മുതലാളിത്ത വ്യവസ്ഥ അതിൻ്റെ പ്രതിസന്ധിയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിസന്ധി. അങ്ങനെ മുതലാളിത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ലോകത്ത് മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ് ഇന്ത്യ, അതിൻ്റെ ഭാഗം തന്നെയാണ് കേരളം. അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളമെന്ന നാടിൻ്റെ കൃത്യമായ ചരിത്രപരമായ വളർച്ചയും വികാസവും ഒരു പാഠപുസ്തകം പോലെ പഠിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 2ാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 0.7% അതിദരിദ്രരാണ് കേരളത്തിലുള്ളത് എന്ന കണക്ക് നമ്മുടെ മുമ്പിൽ വന്നത്. ആ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു, ഈ അതിദരിദ്രരായ ആളുകൾ, ഈ 0.7% ആരൊക്കെയാണ്? അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതിന് തന്നെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനം ഉൾപ്പെടെ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം മുൻകൈയെടുത്ത് വളരെ വേഗം നമുക്ക് സർവേ പൂർത്തീകരിച്ച് 64,006 അതിദരിദ്രരുടെ കുടുംബമുണ്ട് എന്ന് വ്യക്തതയോടുകൂടി കണക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് നടന്ന പ്രവർത്തനത്തിൽ ഈ ഓരോ കുടുംബത്തെയും സൂക്ഷ്മാംശം പരിശോധിച്ച് അവർക്കാവശ്യമുള്ള, അവരെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് കേരളത്തിലുടനീളം ആ പ്രവർത്തനങ്ങൾ നടത്തി വന്നതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് 2 വർഷം മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പഞ്ചായത്ത്, ഓരോ നഗരസഭ, ഓരോ മണ്ഡലം, ഓരോ ജില്ല അതിദരിദ്രരില്ലാത്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും വരുന്ന 1-ാം തീയതി ലോകത്തിൻ്റെ മുമ്പ് തന്നെ ആവേശകരമായ, അത്ഭുതകരമായ ഈ കാര്യം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം തന്നെ ചേരുകയാണ്. അന്നേ ദിവസം 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം തിരുവനന്തപുരത്ത് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തിലെ പ്രമുഖരായ കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ തുറകളിലുമുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ചേരുന്ന ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് ഈ കാര്യം ലോകത്തെ അറിയിക്കുകയാണ്. അന്നേ ദിവസം കേരളത്തിലുടനീളം എല്ലാ വാർഡുകളിലും വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, എല്ലാ ആപാലവൃദ്ധം ജനതയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്ലക്കാർഡുകളും ഭാവനാപൂർവമായ മറ്റ് സാമഗ്രികളെല്ലാം ഉപയോഗിച്ച് ആ വാർഡതിർത്തിയിൽ പ്രകടനവും, അതിനുശേഷം ഒരു യോഗവും, തുടർന്ന് പായസദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒരു സന്തോഷത്തിൻ്റെ
വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഈ 1-ാം തീയതിയത്തെ പരിപാടിയെ മാറ്റണം എന്നാണ് കേരളത്തിലുടനീളം തീരുമാനിച്ചത്.